മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ രക്തസാക്ഷിത്വ ദിനത്തിൽ അനുസ്മരിച്ചു. കോതമംഗലത്ത് കോൺഗ്രസ് ഓഫീസിൽ അനുസ്മരണ സമ്മേളനം നടത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനമായിരുന്നു ഇത്തവണത്തേത്. കോതമംഗലത്ത് കോൺഗ്രസ് ഓഫീസിൽ പുഷ്പാർച്ചനയും സമ്മേളനവും ഉണ്ടായിരുന്നു. കോതമംഗലം, കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി KPCC അംഗം AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാബു എലിയാസ്, KP ബാബു, അബു മൊയ്തീൻ, MS എൽദോസ്, KI ജേക്കബ്, PR അജി, എൽദോസ് കീച്ചേരി, MA കരീം, ബഷീർ പുല്ലോളി, ശ്രീദേവി ബാബു, TC വിജയൻ നായർ, CV ജോസ്, അനിൽ രാമൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, ഒരു കാലഘട്ടം ഇന്ത്യ ഈ ലോകരാജ്യങ്ങളിലെ നെറുകെ എത്തിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം രക്തസാക്ഷ്യം വഹിക്കേണ്ടതെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ 10-14 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന BJP-ക്കാരാണ്. ഇവിടെ എന്തെല്ലാം നടക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ പദ്ധതികളോ ഇല്ലാത്ത ഇന്ത്യയിൽ എല്ലാ വർഗീയ ലഹളയും എമ്മിത്തലും ബഹളവും സംസ്ഥാനങ്ങളിൽ കലാപങ്ങൾ മാത്രമാണ് നടക്കുന്നത്. നമുക്കറിയാം, കുരിശുകൾ തല്ലി തകർക്കപ്പെടുന്നു, കന്യാസ്ത്രീകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ വരുന്നു, ന്യൂനപക്ഷങ്ങൾ ഇല്ലാതാക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് ഇന്ന് ഇപ്പോൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അതിനുവേണ്ടി പോരാടുന്ന രാഹുൽ ഗാന്ധിയുടെ കൂടെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കൂടെയും ശക്തമായ രീതിയിലേക്ക് തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രവർത്തകർ രംഗത്ത് വരേണ്ട ഒരു സമയമാണിപ്പോൾ. അതിനു വേണ്ടിയിട്ടുള്ള ഓർമ്മയാണ് നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി തന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഇന്ത്യ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ. GTV ന്യൂസ്, കോതമംഗലം.